മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തരുണത്തിൽ നാം സ്മരിക്കുകയും ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹിക്കുന്നവരായും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നവരായും മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി സ്നേഹിച്ചെങ്കിൽ മാത്രമേ നാം യഥാർത്ഥ സത്യവിശ്വാസികളാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിച്ചാൽ, ഹൃദയത്തിൽ ഉണ്ടായിത്തീർന്നാൽ നരകമോചനം നമുക്ക് ലഭിക്കും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസിൽ കാണാം, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഒരു ദാസന്റെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹം കലർന്നാൽ അവൻ്റെ ശരീരത്തെ നരകത്തിൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നതാണ്, നിഷിദ്ധമാക്കുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ സ്നേഹിക്കണം. നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകനുള്ള സ്നേഹം ഉണ്ടാകണം. അപ്പോഴേ നമ്മുടെ ശരീരത്തിന് നരകമോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഹറക്കാത്ത് സക്കനാത്തുകളിൽ, അനക്കങ്ങളിലും അടക്കങ്ങളിലും മഹാനായ പ്രവാചകന്റെ വാക്കുകൾ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തികൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ അവർ അക്ഷരം പ്രതി മനസ്സിലാക്കി അംഗീകരിച്ച് പ്രാവർത്തികമാക്കിയവരായിരുന്നു, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നവരായിരുന്നു സഹാബത്ത്.